അതിൽ ആശാവർക്കന്മാരിൽ എന്ത് ശത്രു? ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അദാനിയും അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ പിന്നെ ഈ പാവം ആശാവർക്കർക്ക് ഞങ്ങൾ ശത്രുവാണ്. നിങ്ങൾ ശത്രുവാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചില ആളുകൾ അതിൻ്റെ അതിൽ ഇടപെട്ട് എന്തോ ശത്രുതാപരമാണ് ഒന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ആശാവർക്കർമാരോ അംഗൻവാടി പ്രവർത്തകരോ ഹെൽപ്പർമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല. അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ചർച്ച ചെയ്യാം. ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി 100 കോടി രൂപ ഇപ്പോഴും കൊടുത്ത പൈസ തന്നിട്ടില്ല. ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ പരിപാടി. അതിൻ്റെ അവരെ സ്കീമാണല്ലോ. ആ സ്കീമിൽ തരേണ്ടുന്ന പണം 100 കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല. എന്നിട്ട് കേരള ഗവൺമെൻറ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാനവും അതാണ്, ഇവിടെയാണ്. അത് UDF-ൻ്റെ കാലത്ത് 100 രൂപ കൊടുത്തത് ആകെ വർദ്ധിപ്പിച്ചത്. അത് മുഴുവൻ വർദ്ധിപ്പിച്ചു കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുമാണ് 2 ടേമായിട്ട്. ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് തന്നെ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും. സമരം നടത്തി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സമരം നടത്തുന്നത് ശത്രുവാണെന്നൊന്നും ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടും അതുപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയവും മാത്രമാണ്. ഞങ്ങൾക്കത് ഒരിക്കലും വേണ്ടില്ല.